ഹായ് ഗൈസ്, ഞാൻ രാഗിണി. തംബ്നെയിലിൽ സൂചിപ്പിച്ചതുപോലെ ചില അബദ്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. ഇത് അബദ്ധങ്ങളായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് പോലും വളരെ വൈകിട്ടാണ്. ജീവിതം ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പല പല കാര്യങ്ങൾ അങ്ങനെ നടന്നുപോയി. എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അധ്യാപികയായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികളെ പഠിത്തം, അങ്ങനെ കുടുംബകാര്യങ്ങൾ, ഇതെല്ലാം കൂടിയായിട്ട് ഈ റിട്ടയർമെന്റ് വരെ നമ്മൾ ഒരു ജീവിതം അങ്ങ് ജീവിച്ചു പോവുകയാണ്. സമയക്കുറവാണ് വലിയ പ്രശ്നമുള്ളത്. അപ്പം നമ്മുടെ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ആഗ്രഹങ്ങൾ അതൊക്കെ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളത് വലിയ പ്രയാസമായിരുന്നു. പിന്നെ ഈ ആഗ്രഹങ്ങൾ അതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട പോലെയുള്ളൊരു സംഭവമായിരുന്നു. നമുക്കതിങ്ങനെ പറ്റുന്നില്ല ചെയ്യാൻ. എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. അപ്പം എൻ്റെ ഒന്നാമത്തെ കാര്യം പറയാം, ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരുപാട് യാത്രകൾ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ നോക്കി, അങ്ങനെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ പോകുമ്പോൾ ആ ആഗ്രഹങ്ങൾ വല്ലാതെ അങ്ങ് മുളച്ച് പൊങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇതിങ്ങനെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുക തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറച്ച് യാത്രകൾ സ്കൂളായതുകൊണ്ട് സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ ടൂർ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ നമ്മൾ പോകും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ അടുത്തടുത്ത സ്ഥലങ്ങൾ. എനിക്ക് കുറച്ച് ദൂരെയൊക്കെ പോകണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ പോയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ജോലി തിരക്കിൻ്റെ ഇടയിലാണ് കുറച്ച് ഒക്കെ നമ്മൾ അതിനു വേണ്ടി വെക്കേഷൻ സമയത്തൊക്കെ സമയം കണ്ടെത്തി, കുട്ടികൾക്കുള്ള ഒഴിവും വേണം, എല്ലാം കൂടി വേണമല്ലോ, അങ്ങനെയൊക്കെ കണ്ടെത്തി വളരെ കുറഞ്ഞ രീതിയിലൊക്കെ പോയിരുന്നു. അപ്പം ആ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്യുന്നുള്ളതാണ്. അപ്പോഴേക്കും നമുക്ക് കുട്ടികളൊക്കെ വലുതാവും, പിന്നെ ഞാനും ജോലിയിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്യാണല്ലോ, പിന്നെ നമുക്ക് സ്വസ്ഥം സമാധാനം അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. ആ സമയത്ത് ധാരാളം യാത്രകൾ ചെയ്യാമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ അധികം ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. നമുക്ക് വരാനിരിക്കുന്നുണ്ടല്ലോ ഒരു ഒഴിഞ്ഞ കാലം, അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച പോലെയൊക്കെ തന്നെ സംഭവിച്ചു. റിട്ടയർമെന്റ് ആയി. പിന്നെ എനിക്ക് വലിയ പ്രാരാബ്ദങ്ങളൊന്നുമില്ല. അങ്ങനെ ഇരിക്കുക. ആ സമയത്ത് കുറച്ച് ഞാൻ യാത്രകൾ ചെയ്തു കേട്ടോ, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഫാമിലി ആയിട്ടും ഒരു വിദേശ രാജ്യമെങ്കിലും കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് 10-11 വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടായി. പിന്നെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും കാണണം. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, പഠിപ്പിച്ചിരുന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ആ സ്ഥലങ്ങളൊക്കെ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് അങ്ങനെ നടത്താൻ പറ്റിയിട്ടില്ല, നിർവഹിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അതിനുള്ള കാരണം എന്താണെന്നാ പറയുന്നത്, ഞാനിങ്ങനെ എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ഫ്രീ ആയി, ഞാൻ തന്നെ മുഴുവനായിട്ടും ഫ്രീ ആയിട്ട് വന്നപ്പോഴാണ് എനിക്ക് മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം ആ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അവസാനം ഒരു 50-55 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ കാലിൻ്റെ മുട്ടിന് വേദനകളൊക്കെ വരാൻ തുടങ്ങി. നടുവേദന അതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മളൊരു ഡോക്ടറെ കാണും, മരുന്ന് കഴിക്കും, ആ രീതിയിലൊക്കെ ആയിരുന്നു പോയിരുന്നത്. പിന്നെ ഈ റിട്ടയർമെൻറ്റിന് ശേഷം ആണ് കാര്യമായിട്ട് നമ്മളൊരു ഡോക്ടറെ കാണുന്നതും പരിശോധിക്കുന്നതൊക്കെ. അപ്പോഴേക്കും എൻ്റെ ഇടത് കാലിൻ്റെ മുട്ടിനുള്ള തേയ്മാനം എവിടെ എത്തിയിരുന്നു? 4ാമത്തെ ഗ്രേഡിൽ എത്തിയിട്ടുണ്ട്. 4ാമത്തെ ഗ്രേഡ് എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ മാറ്റി വെക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല, അത്രയും. അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം എനിക്ക് ഈ മുട്ടുവേദന അങ്ങോട്ട് പെട്ടെന്ന് കൂടി വരാൻ തുടങ്ങി എന്നുള്ളതാണ്. ഞാൻ ഈ യാത്രകളൊക്കെ പോയിരുന്നതും കുറേ വേദനകളൊക്കെ സഹിച്ചിട്ടും പെയിൻ കില്ലർ കഴിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് ഞാൻ കുറച്ചൊക്കെ പോയത്. പിന്നെ എനിക്ക് തീരെ പോകാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ മുട്ടിൻ്റെ തേയ്മാനം, അതുപോലെ തന്നെയായിരുന്നു നടുവിൻ്റെ തേയ്മാനം, നട്ടെല്ലിനുണ്ടായിട്ടുള്ള തേയ്മാനം, പിന്നെ സയാറ്റിക്ക, രണ്ടും കൂടിയാണ്. അപ്പോൾ ഡിസ്ക് ബൾജ് എന്നൊക്കെ പറയും അല്ലേ, ആ രണ്ടും, അതും ഭയങ്കരമായിട്ട് ബാധിക്കാൻ വന്നു. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ മാറാൻ ഭയങ്കര പ്രയാസം തന്നെയാണ്. സർജറിയൊക്കെയാണ് പിന്നെയുള്ള ഓപ്ഷൻ. സർജറി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനത് സർജറിക്കായിട്ട് പോയിട്ടില്ല. മുട്ട് മാറ്റി വയ്ക്കാനും പറഞ്ഞതാണ്, അതിപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ല. അത് ഇടത്ത് കാലിന് അത് ചെയ്യാതിരിക്കും തോറും വലത് കാലിന് പെട്ടെന്ന് പിന്നെയും തേയ്മാനം വരും. ആ ഒരവസ്ഥ ഇപ്പം എനിക്ക് അനുഭവത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് അബദ്ധമാണെന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റിട്ടയർമെന്റ് വരെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നതിന് ശേഷം നമ്മുടെ ആഗ്രഹങ്ങൾ, അത് യാത്ര ഇനി എന്തു തന്നെ ആയാലും അത് നിറവേറ്റാം എന്ന് വിചാരിച്ചിരിക്കരുത്. അങ്ങനെ വിചാരിച്ചിരിക്കുന്നത് ഒരു അബദ്ധമായിരുന്നു എന്ന് എനിക്കിപ്പം നന്നായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ആയിരുന്നു.
അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് നിവൃത്തിയുണ്ട്, ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയും ചെയ്യും. പക്ഷേ നമുക്ക് കുറേ ജീവിത പ്രാരാബ്ധത്തിൻ്റെ ഇടയിൽ സമയം കിട്ടാതെയൊക്കെ ആയിട്ട് എന്നാൽ ഇനി കുറച്ച് ഒരു 50 വയസ്സൊക്കെ കഴിയട്ടെ, എന്നിട്ടൊക്കെ നമ്മൾ ഫ്രീ ആകുമ്പോൾ ചെയ്യുക. ഈ ജോലി ഉള്ളവരായാലും ഇല്ലാത്തവരും പിന്നെ വീട്ടിൽ പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിയുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് അങ്ങനെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അത് ചെയ്യരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾക്കൊരു ഫ്രീ ടൈം വരുന്നത് ഒരു 50-60 വയസ്സാകുമ്പോഴാണെങ്കിൽ ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ ശരീരം പ്രതികരിക്കാൻ തുടങ്ങും പല കാര്യങ്ങളിലും എന്നുള്ളതാണ്. നമുക്ക് പ്രായമായി വരികയാണല്ലോ, പ്രായം ഒരു നമ്പറാണെന്നൊക്കെ പറഞ്ഞാലും കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും പ്രായത്തിൻ്റെതായിട്ടുള്ള. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്, അവസാനത്തേക്ക് അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആവുന്നത് വരേക്ക് അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞിട്ടാവാം 60 വയസ്സായിട്ടാവാം എന്ന് വിചാരിച്ച് ഇരിക്കരുത്. നിങ്ങൾക്ക് സമയം നിങ്ങൾ കണ്ടെത്തുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുക. എന്നിട്ട് എന്താ ചെയ്യാനുള്ളത് വെച്ചാൽ അതൊക്കെ ചെയ്യുക. അതാണ് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്. ഇതിന് റിലേറ്റഡ് ആയിട്ടാണ് ബാക്കിയുള്ള അബദ്ധങ്ങളും എനിക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ അത് സൂചിപ്പിച്ചു, ഇങ്ങനെ അസുഖങ്ങളൊക്കെ മുട്ടുവേദനയും നടുവേദനയും ഒക്കെ ചെറുതായിട്ട് തുടങ്ങിയ സമയത്തും വിദഗ്ധ ഒരു ചികിത്സ അങ്ങനെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോവും, അപ്പം നമുക്ക് ഒരാഴ്ചയ്ക്കോ 2 ആഴ്ചയ്ക്കോ മരുന്ന് തരും, പെയിൻ കില്ലറൊക്കെ ആയിരിക്കും. അതൊക്കെ കഴിക്കുമ്പോൾ നമുക്കത് സുഖമാവും. ആദ്യത്തേതൊക്കെ അങ്ങനെ പെട്ടെന്ന് സുഖമാവും. പിന്നെ കുറേ ദിവസത്തിന് ഇത് ഉണ്ടാവില്ല നമുക്ക് ഈ അസുഖങ്ങളൊന്നും. അപ്പം നമ്മൾ സുഖമായി എന്ന് വിചാരിക്കും. പിന്നെയാണ് ഈ വേദനയ്ക്കുള്ള മരുന്ന് കഴിച്ചാലും നമുക്ക് സുഖമാവാത്തൊരവസ്ഥ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെയോ ഒക്കെ കാണുക, ആവശ്യമായ ടെസ്റ്റുകളൊക്കെ നടത്തുക. പിന്നെ ഞാൻ ഇപ്പം ഈ ലാസ്റ്റ് 57-ാമത്തെ വയസ്സിലോ അങ്ങാണ്ട് പോയപ്പോഴാണ് മുട്ടിൻ്റെയൊക്കെ ഒരു MRI ഒക്കെ ആദ്യമായിട്ട് എടുക്കുന്നത്. അതിൻ്റെ മുന്നേ മുട്ടുവേദനയ്ക്ക് തന്നെ എത്രയോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയത്, അവരൊന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മരുന്ന് തരും അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർമാരെ തന്നെ കണ്ടിട്ട് നമ്മൾ ആ സമയത്ത് തന്നെ ചികിത്സ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ തേയ്മാനം വരുന്നതൊക്കെ ഒന്ന് നീട്ടി വയ്ക്കാൻ കഴിയും. മാറും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിൻ്റെ ആ സ്പീഡ് ഒന്ന് കുറയ്ക്കാനും അങ്ങനെയൊക്കെ നമുക്ക് എന്തായാലും കഴിയും. അതും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധവും നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. പിന്നെ എനിക്ക് അടുത്തത് പറയാനുള്ളത്, ഞാനിപ്പോൾ ഈ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ അടുത്ത് പോകുമ്പോൾ എനിക്ക് പീരീഡ്സ് 56 വയസ്സ് വരെ ഉണ്ടായിരുന്നതാണ്. പിന്നെ അത് ഞാൻ പറയുന്ന സമയത്ത് അതൊരു പ്രൊട്ടക്ഷൻ ആയിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഹോർമോൺ വ്യതിയാനമൊന്നും വല്ലാതെ ഉണ്ടാവില്ലല്ലോ. അപ്പം നമുക്ക് ശരീരത്തിന് എല്ലിന് എല്ലാം നമ്മുടെ വിറ്റാമിൻസ് ഒക്കെ ശരീരം സ്വീകരിക്കാനൊക്കെ ഉള്ളൊരു പ്രൊട്ടക്ഷനായിട്ട് അത് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും എനിക്കിങ്ങനെ ആയി എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആ ഒരു സമയത്ത് മെനോപോസ് നമ്മൾ പറയുന്നത് നമുക്ക് പീരിയഡ്സ് നിന്നതിന് ശേഷം 1 വർഷം ഇതില്ലാതെയെങ്കിൽ മാത്രമേ നമുക്ക് മെനോപോസ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ പല കാൽസ്യത്തിൻ്റെ കുറവ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കുമല്ലോ. അത് നമുക്ക് മെനോപോസ് ആവുന്നതിൻ്റെയും മെനോപോസല്ല പീരിയഡ്സ് നിൽക്കുന്നതിൻ്റെയും കുറേ 1-2 വർഷം മുന്നേ തന്നെ, അതായത് ഒരു 40 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ, ചിലർക്ക് അതിൻ്റെ മുന്നേ നിന്ന് പോകുന്നു, ആ സമയത്ത് തന്നെ നമ്മൾ ഡോക്ടറെ കാണുകയും സപ്ലിമെൻ്റ് എടുക്കുകയും ചെയ്യണം. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു, പറഞ്ഞു തരാനും വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പോരായ്മ കൂടി കൊണ്ടാണോ എനിക്ക് ഇത്രയും പെട്ടെന്ന് ഈ തേയ്മാനം എങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് വന്നത് എന്ന്, പെട്ടെന്ന് വന്ന പോലെ തന്നെയാണ് എനിക്ക് അനുഭവം വരുന്നത്. അഥവാ ഞാൻ അറിഞ്ഞില്ല അതിന് മുന്നേ ഇങ്ങനെ തേയ്മാനം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സപ്ലിമെൻ്റ് എടുക്കണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ ഈ 56 വയസ്സിലാണ് പീരീഡ്സ് ഒക്കെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു 45 വയസ്സാകുമ്പോൾ തന്നെ ഞാൻ എടുക്കണമായിരുന്നു എന്നുള്ളതാണ് ഡോക്ടറെ കണ്ടിട്ട്. അപ്പോൾ ഒക്കെ നമുക്ക് അതിൻ്റെ സമയമാണല്ലോ. അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് ആവശ്യമായ സപ്ലിമെൻറ്റുകൾ, നമ്മളെ എല്ലിനൊക്കെ ബലം കുറയാതിരിക്കാനും തേയ്മാനം കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റുകളൊക്കെ എടുക്കണമായിരുന്നു. ഇപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പതിവായിട്ട് പോകുന്ന ഡോക്ടറുണ്ട്, അദ്ദേഹം എനിക്ക് തരുന്നത് ഈ സപ്ലിമെൻറ്റുകളൊക്കെ തന്നെയാണ്. പക്ഷേ അത് ഇപ്പോഴല്ല, അതിൻ്റെ മുന്നേ എടുക്കണമായിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഇത് ലേഡീസിനോട് മാത്രമായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളിങ്ങനെ സപ്ലിമെൻറ്റുകൾ ഈ പീരിയഡ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കേട്ടോ, അല്ലാത്തതൊക്കെ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. തേയ്മാനമൊക്കെ വന്ന സപ്ലിമെൻറ്റുകളൊക്കെ തന്നെയായിരിക്കും ഡോക്ടേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഇതെല്ലാം സപ്ലിമെൻറ്റുകളൊക്കെ നമ്മൾ വിറ്റമിൻസ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം തന്നെ വേണം. ഡോക്ടറോട് ചോദിക്കാതെ തോന്നിയ പോലെ കഴിക്കണം എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ നിങ്ങളത് എടുക്കേണ്ടതാണ്. അല്ലാതെ ഭക്ഷണത്തിലൂടെ നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കേണ്ടത് ഭക്ഷണത്തിലൂടെ തന്നെ കിട്ടും. ഞാനൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്നു. എനിക്കൊന്നും ഒരു ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ചൊക്കെ എല്ലാം ഉൾപ്പെടുത്തി കഴിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരാളും കൂടിയായിരുന്നു ഞാൻ. അപ്പോൾ എല്ലാം കിട്ടും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അതൊക്കെ വെറുതെയാണ്. അപ്പോൾ
ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ സപ്ലിമെൻറ്റുകളൊക്കെ എടുക്കണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് എനിക്ക്, അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തില്ല. അതാണ് ഞാൻ മൂന്നാമത് എനിക്ക് സംഭവിച്ചൊരു അബദ്ധം ഞാൻ പറയുന്നത്. എല്ലാം റിലേറ്റഡ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞു, എല്ലാം ഈ ഒരു അസുഖം വന്നത്. ഇപ്പോൾ എത്രയോ ആൾക്കാർക്ക് ഇങ്ങനെ തേയ്മാനം വരുന്നു, മുട്ട് മാറ്റി വയ്ക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അതിൻ്റെ ആ മുട്ട് മാറ്റി വെക്കുമ്പോൾ ഒരു പ്രശ്നമുള്ളത് നോക്കൂ. നമുക്ക് മാറ്റി വെക്കുന്നത് കാർട്ടിലേജ് ആണല്ലോ മാറ്റി വെക്കുന്നത്. അതിന് 10 വർഷം വരെ ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് ഡോക്ടർ പറയും. മാക്സിമം 20, ഇപ്പം 25 എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മൾ കുറച്ച് ഒരു 40ഓ 50ഓ ഒക്കെ വയസ്സാകുമ്പോൾ മുട്ട് മാറ്റി വെച്ചാൽ വീണ്ടും ഒരു മാറ്റി വെക്കലും കൂടി ചിലപ്പോൾ നമുക്ക് വേണ്ടി വന്നേക്കാം. അന്നത്തെ നമ്മുടെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് അത് എത്രയും നമുക്ക് അങ്ങനെ കുറേ അങ്ങോട്ട് പോയിട്ട് മാറ്റി വെക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഞാനിപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു ഭാവിയിൽ തന്നെ ഇത് മാറ്റി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഈ ആരോഗ്യം, ഹെൽത്ത് റിലേറ്റഡ്, നമ്മുടെ ആഗ്രഹങ്ങൾ റിലേറ്റഡ് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിലുള്ള അബദ്ധങ്ങളാണ്. അത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചെടുക്കാൻ നമുക്ക് എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ മറ്റ് പല കാര്യങ്ങളും കൊണ്ടും നീട്ടി വെക്കുകയാണ്. അങ്ങനെ നീട്ടി വെക്കരുത്. അപ്പോഴേക്കും നമ്മുടെ ആരോഗ്യം ഏതെങ്കിലും ഒരു വഴി കൂടെ പോയിട്ടുണ്ട്. പിന്നെ അടുത്തത്, നമ്മൾക്ക് അസുഖങ്ങൾ വന്നാൽ അതിനുള്ള വിദഗ്ധ ചികിത്സ തന്നെ ലഭ്യമാകുന്ന രീതിയിൽ ചികിത്സിക്കണം. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, സ്ത്രീകളെ മെനോപോസ് എന്ന് പറയുന്ന ആ സംഭവം, അതിൻ്റെയൊക്കെ മുന്നേ ഡോക്ടറെ കാണുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആവശ്യമാണെങ്കിൽ സപ്ലിമെൻറ്റുകൾ എടുക്കുകയും എല്ലാം ചെയ്യണം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ പറയാനുള്ളത്. ആർക്കെങ്കിലും എൻ്റെ ഈ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഈ അനുഭവങ്ങൾ, ഞാൻ ഈ പറഞ്ഞ വീഡിയോ ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അപ്പോൾ അത്രേ പറയാനുള്ളൂ. എന്നാൽ പിന്നെ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Bye.